നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിച്ചുക്കുട്ടൻ ചേട്ടാ, പ്രസാദ് ചേട്ടാ. നമസ്കാരം. സുഖമല്ലേ? ബാക്കി വിശേഷം പിന്നെ ഒരു സ്കിറ്റ് എടുക്കട്ടെ. ആദ്യമായിട്ട് മണിക്കുട്ടൻ ചേട്ടനുണ്ട്, രാജ് പാലോടുണ്ട്, അമലുണ്ട്. ഒരു നല്ല കൈഡി. വയലിന് പന്തലിട്ട വെയില്, വെയിലിന് മുട്ടി നിന്ന തണല്, തണലില് തൊട്ടു തൊട്ടു കുടില്. നിക്കേ നിക്കേ പൂക്കിലും പൂങ്കാറ്റേ, വെള്ളരകത്തി കണ്ടാട്ടേ. ഒത്തുന്നില്ലല്ലോ. ലില്ലിക്കുട്ടി സിസ്റ്റർ ഓ ഹോസ്പിറ്റലിൽ പോവാണോ? ആ അതെ. എന്താ ആ ഇന്ന് നൈറ്റ് ഉണ്ടോ? ഇന്നലെ ആയിട്ടില്ലാതെ പിന്നെ നാളെ നേരം വെളുക്കോ? BSc നഴ്സിംഗിന് കൗണ്ടർ അടിക്കാനാണോ പഠിപ്പിച്ചിട്ടുള്ളത്? സിറിഞ്ച് വെച്ച് കണ്ണി കുത്തി തന്നാ നല്ല സുഖം ഉണ്ടാവൂട്ടാ. സിസ്റ്ററും കൊത്തുന്നില്ല, മീനും കൊത്തുന്നില്ല. ആ മീനെ, നീ എന്നെ കളിപ്പിക്കരുത്. മീനെ, നിന്നെ ഞാൻ പൊക്കും എന്ന് പറഞ്ഞാ പൊക്കും. ആരാ എന്റെ ഭാര്യ മീനയുടെ പൊക്കണ കാര്യം പറയണത്? ആരാ അത്? ഞാൻ മീനയുടെ ഭർത്താവ് സുരേഷ്. ഞാൻ ഈ നിങ്ങളുടെ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ ഈ ആണ്ട ഈ പുഴയെ കിടക്കുന്ന മീനെ പിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ അതായിരുന്നു. ആ അല്ല, നിങ്ങളെന്തിനാ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുന്നേ? എന്റെ ഭാര്യ ഇവിടെ കുളിക്കുന്നത് കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അങ്ങനെ 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 അല്ല, ആ അണ്ണന്റെ ഭാര്യ മീന എന്ന് പറയുന്നത് മുട്ടിന് മേളിൽ ഒരു കറുത്ത മറുകുള്ള ചേച്ചിയാണോ? അതെ 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 അതെ. അല്ല, അവരിവിടെ കുളിക്കാൻ വരത്തില്ലല്ലോ. വരുന്നില്ലേ? ഇല്ല. എന്നാ അവളോട് പറഞ്ഞേക്ക് ഞാൻ ഇവിടെ ഇരിപ്പില്ലെന്ന്. ഞാൻ ആ ഉഷ വന്നിട്ട് പൊക്കോളാം. അവ ഉച്ചയ്ക്ക് പൊക്കോളാം. വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. മണി, എന്റെ മണി ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? നിങ്ങളുടെ മണി എവിടെങ്കിലും കൊണ്ടുവച്ചിട്ട് നോക്കിയിട്ട് കാര്യം, ഇവിടെ വന്ന് നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്റെ മണിയുടെ കാര്യമാണോ പറഞ്ഞേ? എന്റെ മണിയെ ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? എവിടെയൊക്കെ നോക്കി? എടാ, ഞാൻ നിന്നെ ആ സ്കൂളിന്റെ പരിസരത്തിന്റെ അവിടെ പോയി നോക്കി, ബാർബർ ഷാപ്പിൽ ചെന്ന് നോക്കി, നിന്റെ വീട്ടിൽ ചെന്ന് നോക്കി, അവിടെ ഒന്നും നീ ഇല്ല. ആ, നിങ്ങൾ പുഴക്കടവിൽ വന്ന് നോക്കിയായിരുന്നോ? അയ്യോ ഇല്ല. അതാ കാണാഞ്ഞത്. എന്നാ പുഴക്കടവിൽ പോയി നോക്കി. മെമ്പറെ, നിങ്ങളിത് പോങ്ങനായി പോലെ. എന്റെ ദൈവമേ, ഞാനിവിടെ നിൽക്കല്ലയോ? നിക്ക് വരുന്നില്ല. നീ ഇവിടെ എന്താ പരിപാടി? ഞാൻ രാവിലെ ഇവിടെ വന്ന് എല്ലാ പുഴയിലെ മീനിനെയും പിടിച്ച് പല്ല് തേപ്പിക്കുക. ചൂണ്ടയിടുവല്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയാതെ ചൂണ്ടയിടുകന്ന്. അതാണോ മണിയാ പറഞ്ഞത്? എടാ, ഞാൻ രാവിലെ കണ്ണു തുറന്നു നോക്കുമ്പോ മുമ്പിൽ കുട്ടൻ നായര്. ഞാൻ കണ്ണു തുറക്കുമ്പോ കട്ടൻ ചായ ആണല്ലോ കാണുന്നത്. അത് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെ പക്ഷെ ഒരാഴ്ചയായിട്ട് ഞാൻ നിന്റെ മാമൻ കുട്ടൻ നായരെയാണ് കണി കാണുന്നത്. അങ്ങേരെ എന്തിനാ കണി കാണുന്നത്? എന്തിനാന്നോ? നീ വീട്ടിൽ കയറുന്നില്ലെന്ന് പറഞ്ഞ ഒരേ പരാതി. അങ്ങേരെ ഒന്നും വിശ്വസിക്കൊരു സൈക്കോ ആണ്. അങ്ങേര് സൈക്കോ. സൈക്കോയോ? ആ, എന്താ? പണ്ടെങ്ങാണ്ട് ഇങ്ങേരുടെ തലയിൽ കാക്ക കുത്തിയെന്ന് പറഞ്ഞ് ഇങ്ങേര് പഞ്ചായത്തെല്ലാം നടന്ന് ആ കാക്കയെ തന്നെ വലയിട്ട് പിടിച്ച് എന്നിട്ട് കൊണ്ടുവന്ന് കൃത്രിമ ചുണ്ട് വെച്ചിട്ട് അങ്ങേരെ ആ കാക്കയെ തിരിച്ചു കൊത്തിക്കളഞ്ഞു. അങ്ങനെ സ്വഭാവമുള്ള കക്ഷിയായിരുന്നു. അത് പണ്ടത്തെ കാര്യല്ലേ മണിയാ? പണ്ടത്തെ കാര്യമല്ല, ഇപ്പോഴും അത് തന്നെ സ്വഭാവം. ആണോ? കഴിഞ്ഞ ആഴ്ചയിൽ രാത്രിയിൽ നടന്ന് മിന്നാമിനിങ്ങനെ എല്ലാം കൂടെ പിടിച്ചോണ്ട് വന്നിട്ട് അതിന്റെ ചന്തി ചെത്തിയെടുത്ത് LED ബൾബ് എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നു. സൈക്കോ അല്ലേ അങ്ങേര്? സൈക്കോയാണോ? അങ്ങേര് സൈക്കോയോ അല്ലാണ്ടിരിക്കട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. എടാ, നീ 2 ആഴ്ചയായിട്ട് വീട്ടിൽ കയറുന്നില്ലെന്ന് നിന്റെ മാമൻ കുട്ടൻ നായർക്ക് ഒരേ പരാതി. ഞാൻ കേറത്തില്ല. എന്താടാ കാരണം? കഴിഞ്ഞ 6 മാസമായിട്ട് ഒരു വരാൽ എന്നെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏത് ട്രൂപ്പില്? ഗ്രൂപ്പിലാ? അല്ല. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്? ഒരു വരാല് എന്റെ ഇറയെല്ലാം കൊത്തിക്കൊണ്ടു പോകും. ഞാൻ പല മീനിനകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ വരാല് അവനെ പിടിക്കാതെ ഞാൻ ഈ ഷർട്ട് ഇടത്തില്ല. അതെന്റെ പ്രതികാരമാണ്. സാധാരണ ചെരുപ്പല്ലേ ഊരി വെക്കേണ്ടത്? അത് മഹേഷിന്റെ പ്രതികാരം. ഇത് മണിയന്റെ പ്രതികാരം. മണിയാ, നീ അങ്ങനെ പ്രതികാരം ഒന്നും എടുക്കരുത്. നിന്റെ ഭാര്യ ഇന്നലെ അമ്പലത്തിൽ കിടന്ന് നിനക്ക് വേണ്ടി ഒരുപാട് കിടന്ന് ഉരുണ്ട്. അവൾ അമ്പലത്തിൽ കിടന്ന് ഉരുളുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അവള് വീട്ടിൽ എന്റെ തലേ കയറി തുള്ളി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ടല്ലേ നിന്റെ തടി ഇങ്ങനെ ചകിരിനാരി പോലെ ഇരിക്കുന്നത്. കയറി പോകുന്നത് അവള് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നീ അങ്ങനെ പറയല്ലേ മണിയാ. ഇന്നലെ ഞാൻ അമ്പലത്തിന് വെളിയിൽ നിൽക്കുമ്പോഴേക്കും നിന്റെ ഭാര്യ വന്നിട്ട് നിന്റെ കാര്യം പറഞ്ഞു ഒരേ കരച്ചില്. നിങ്ങളെന്താ അമ്പലത്തിന് വെളിയിൽ നിന്നത്? ഞാൻ അമ്പലത്തിനകത്ത് കയറത്തൊന്നുമില്ല. അതെന്താ, നിങ്ങൾ നിരീശ്വരവാദിയാണോ? ഈശ്വരവാദി ആയിട്ടൊന്നുമല്ല. ഞാൻ കുളിക്കത്തില്ല. അതാണ് പറഞ്ഞത്. ഞാൻ അമ്പലത്തിൽ പോകാനുള്ള എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾ എന്തിനാ എന്റെ പുറം ഞാൻ ചൂണ്ടിടുന്നത്? എന്റെ പുറകെ ഇടുന്നത്? മണിയാ, നീ വീട്ടിൽ പോടാ അവിടുന്ന്. നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ അല്ലേ? അതെ. നിങ്ങൾ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കേ. മണിയാ, നീ എന്നോടത് പറയരുത്. എടാ, നിന്റെ കൊച്ചിന് പഠിക്കാൻ റൂമില്ലെന്ന് പറഞ്ഞ് ഞാനല്ലേടാ ഒരു പഠനമുറി റെഡിയാക്കി തന്നത്. പഠനമുറിയാണോ അത്? കോഴിക്കോട് പോലൊരു സാധനം. സത്യമായി ഞാനിപ്പോ കോഴിയെ വളർത്തുക അതിനകത്ത്. കോഴിക്കോട് വളർത്തിയാൽ ഇവന്റെ കൊച്ചു പഠിച്ചാലും മുട്ട തന്നെയല്ലേ കിട്ടണത്. അപ്പൊ അത് കൊടുത്താൽ മണിയെ ഞാൻ അതാണോ പറഞ്ഞത്? കഴിഞ്ഞ വേനലിൽ എന്തായിരുന്നു? കഴിഞ്ഞ വേണ്ട കാര്യങ്ങൾ പറയണ്ട. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി വരാൻ വേണ്ടി നിങ്ങളാണ് ഇടം കൊല്ലിട്ട്. എന്തുകൊണ്ടാണ് അത് സമ്മതിക്കാൻ? ഞാൻ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള പൈപ്പിനകത്ത് കയറിയിരുന്ന കുടിവെള്ള പദ്ധതി വേണ്ടെന്ന് പറഞ്ഞത്. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. നമ്മുടെ കേരളത്തിൽ എന്തോരം ജലാശയങ്ങളുണ്ട്? 10-40 ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ജലാശയങ്ങളിലെ വെള്ളം എടുത്താൽ ഈ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം മാറത്തില്ലേ? മാറും.
പിന്നെ എന്തിനാണ് കുത്തക രാജ്യങ്ങളുടെ നിന്ന് നമ്മൾ വെള്ളം കടമെടുക്കുന്നത്? കുത്തക രാജ്യോ? ആ. അതേത് രാജ്യമാ? ജപ്പാൻ. ജപ്പാനോ? കേട്ടിട്ടില്ലേ? ഇല്ല. ജപ്പാൻ കുടിവെള്ള പദ്ധതി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിന് 2 നില കെട്ടിടം കണ്ടോ, ഒരു ആർച്ചൊക്കെ ഉള്ളേ? ആ ഗവൺമെന്റ് LP സ്കൂൾ തൊണ്ടിത്തറ. അവിടെ കേറാത്തതിന്റെ കുഴപ്പമാ. ആ അതാ ഈ വായി നിന്നൊക്കെ വീണോണ്ടിരിക്കുന്നത്. പണിയാ, എനിക്ക് നിന്നെ കണ്ടാൽ മാത്രം പോരാ, കുറെ എണ്ണങ്ങളെ കാണും. അതുകൊണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം. ഇതെന്തോ ഈ സാധനം ഇത്? അത് ഓൺലൈനില് ഊന്നുവടിന്ന് ബുക്ക് ചെയ്തപ്പോ വന്ന സാധനം. എങ്ങനെട്ട് ഊന്നു ഇതിപ്പം? ഇത് കാശ് കൊടുത്തോണ്ട് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് കൈ വെച്ചേക്കുന്നു. നമ്മുടെ സുമ അവക്കൊരു മുട്ടക്കോഴി വേണമെന്ന് പറഞ്ഞായിരുന്നു. അവൾ അപ്പുറത്തെ കടവിലുണ്ട്, ഞാൻ കണ്ടിട്ട് വരാം. കലികാലവേ, മുട്ടക്കോഴി കൊടുക്കുന്നത് മനുഷ്യക്കോഴി. He's waking, he's walking, he's snowing, he's growing, he's waking, he's walking, he's snowing, he's growing, he's moving, he's slowing, he's gonna do but showing. You gotta hear them strong. ചട്ടമ്പി നാണു. ഞാൻ കണ്ടതാ മൂട്ടിയുടെ പടമില്ലേ? എന്തോ ചട്ടമ്പി നാട്. ചട്ടമ്പി നാടെന്നല്ല, ഈ ഏരിയയിലെ ചട്ടമ്പിയാണ് നാണു. അതെനിക്കറിയാമല്ലോ. അതെന്തിനിങ്ങനെ വിളിച്ചു പറയുന്ന നാട്ടുകാർക്കല്ലാതെ എനിക്കും അറിയാം. കുറച്ച് നാളുകൊണ്ട് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതിന്റെ മീശ എന്താ ഇങ്ങനെ? അത് എനിക്ക് പണ്ട് മീശയിലായിരുന്നല്ലോ. ഞാൻ ഗുണ്ടയല്ലേ. അപ്പൊ ഞാൻ കരടി നെയ്യ് മേടിച്ചു. 2 പാക്കറ്റ് കരടി നെയ്യ് മേടിച്ച് ഇവിടെ തെച്ചു, ഇവിടെ തെച്ചു. അല്ല പിന്നെ കറുപ്പും വെളുപ്പും എങ്ങനെ വന്ന്? ഇത് സാധാ കരടിയുടെയും ഇത് ധ്രുവ കരടിയുടെയും. അല്ല സോപ്പും തോർത്തും ഒക്കെ ആയിട്ട് എവിടെ പോന്നത്? ഈ സോപ്പിനും ഈ തോർത്തിനും കൂടെ ഈ കുളിക്കടവിൽ വന്നിരുന്ന് ഫ്രഞ്ച് കിസ് അടിക്കാൻ ഒരു ആഗ്രഹം. എടാ കുളിക്കാൻ വന്നാ എന്തിരുന്നു? ഇവിടെ കുളിക്കാൻ പറ്റത്തില്ല. ഇടാ മാസത്തിലുള്ള ഒരേ ഒരു കുളിയാണ്. എന്റെ കുളിയെ തെറ്റിക്കോടാ. അതല്ലെന്ന് പിന്നെ? ഞാൻ ഇവിടെ വരാലിനെ പിടിക്കാതിരിക്കാൻ അണ്ണൻ ഇവിടെ അങ്ങോട്ട് മാറിപ്പോയി. എടാ നീ അപ്പുറത്തെ കടവിനെ പോയി ചൂണ്ടിട്ടാ പോടാ. ഞാൻ അവിടെ പോയി ചൂണ്ടിട്ട് കഴിഞ്ഞാൽ വരാല് കൊത്തുവോ? വരാല് കൊത്തോ ചെമ്പല്ലി തിരിക്കോ പരല് മുണ്ടോക്കി കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നീ അവിടെ പിടിച്ചോളൂ. അണ്ണ കഴിഞ്ഞ 6 മാസമായിട്ട് എന്നെ ഒരു വരാല് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ ഇരയെല്ലാം കൊത്തിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് അവനെ പിടിക്കാതെ ഞാൻ ഈ ഉടുപ്പിടത്തില്ല. ഡേയ് ഞാൻ ഒരു തീരുമാനം എടുത്തു. നാട് വിട്ടു പോകാനാണെങ്കിൽ നല്ല കാര്യമാ. പോയിക്കോ. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? കത്തിയാണോ? 2 കത്തിയാ. ഇത് അരഞ്ഞാൻ ചേറ്റാൻ വേണ്ടി വെച്ചേക്കുന്ന സാധനമല്ല. ഇത് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നിന്റെ കൊരവള്ളി പൊട്ടും. അപ്പൊ മറ്റേ കത്തി എടുത്താ നിക്കറിന്റെ വള്ളി പൊട്ടും. നാട്ടുകാർക്ക് നല്ല ഷോ ആയിരിക്കും. എടാ പിന്നെ നീ ഇവിടെ നിന്ന് ഈ സാധനങ്ങളും ചൂട് എടുത്തിട്ട് പോ. അണ്ണ ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ ആ മീൻ പിടിക്കാൻ പറ്റത്തില്ല. എന്തോടാ ഇവിടെ നീര്? എന്നെ പോടാന്ന് വിളിച്ചു. നിങ്ങളെ പോടാന്നല്ല പറഞ്ഞത്, എന്റെ പല്ലിന് പോടാന്നാ പറഞ്ഞത്. അപ്പൊ എന്നെ പോടാന്ന് വിളിച്ചല്ല. അയ്യേ, അണ്ണനെ ആരെങ്കിലും പോടാ എന്ന് പറയുമോ? അഥവാ അണ്ണനെ പോടാ എന്നെങ്ങാനും പറയാൻ നമുക്ക് തോന്നിയാൽ തന്നെ അങ്ങനെ പോടാ എന്ന് പറയുന്നത് ശരിയാണോ? അതുകൊണ്ട് ഞാൻ പോടാ എന്ന് പറയുന്നില്ല. അണ്ണന് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല മനസ്സിലാകുന്നില്ല. പോടാ ഇറങ്ങിയിരുന്നു. പിന്നെ വേറെ കാര്യം, ഈ ഏരിയ എന്ന് പറയുന്നത് എന്റെ അച്ഛനും ഞാനൊക്കെ ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അണ്ണന്റെ അച്ഛനും ഗുണ്ടയായിരുന്നു? പിന്നെ അച്ഛൻ ഭയങ്കര ഗുണ്ടല്ലായിരുന്നു. അണ്ണൻ എങ്ങനെ ഗുണ്ടയായത്? വീട്ടില് തിന്നാൻ ഒരു ഉണ്ടായില്ലാത്തോണ്ട് ഞാൻ ഗുണ്ടയായി. അത് ശരി. അപ്പൊ അച്ഛൻ മരിച്ചൊഴിവ് കിട്ടിയാണ്. അച്ഛൻ മരിച്ച ഒഴിവൊന്നുമല്ല, ഞാൻ അങ്ങ് ഗുണ്ടയായി. ഗുണ്ടയായി. അച്ഛന്റെ സ്ഥലം എവിടെയാ? കുലശേഖരം. ഒരു ദിവസം എത്ര എണ്ണം ശേഖരിക്കും? എന്തോന്ന് സ്ഥലത്തിന്റെ പേരാടാ കുലശേഖരം. എന്റെ ദൈവം, ആ മെമ്പറെ ഇങ്ങോട്ട് വിളിച്ചു. നടുപ്പേജ് കീറി നടുപ്പേജ് കീറി നടുപ്പേജ് കീറി നടുപ്പേജ് കീറി മെമ്പറെ ബാക്കി പാട്. ബാക്കി പാടാൻ പറ്റില്ല, നടുപ്പേജിലായിരുന്നു ബാക്കി. നാണം ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് നാണം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 2 പേർക്ക് നാണം ഉണ്ടോ? വേളം ഉണ്ടാക്കാതില്ല, മീൻ കൊത്തുന്നുണ്ട്. അയ്യോ, ആ മീനിന് നിന്നെക്കാലം നാണമുണ്ട്. എന്തൊരു ഉരു കൊണ്ടുപോയമാര്. എന്തൊരു ഉണ്ടാക്കിയ മെമ്പറാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളെ തിരക്ക് ഞാൻ എത്ര തവണ പഞ്ചായത്തിൽ വന്നു. പഞ്ചായത്ത് കയറി ഇറങ്ങിയതാണ്ടാ എന്റെ ഈ 2 ചെരുപ്പും തേഞ്ഞ് തീരാറായി. ഇത് രണ്ടും 2 മോഡലാണല്ലോ. അമ്പലത്തിൽ നിന്ന് ഓട്ടിക്കുമ്പോ ഇപ്പൊ നോക്കി എടുക്കാൻ പറ്റുമോ? എന്ന് ചാടിക്കൊടുത്തു. പിന്നെ വേറെ കാര്യം, എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് സാധിച്ചു തരണം. സാധിച്ചു തരത്തില്ല 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 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു മെമ്പർ അല്ലേ? ഞാൻ ഈ വാർഡിലൊരു അംഗമല്ലേ? സാധിച്ചു തരത്തില്ല 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 അങ്ങനെ പറഞ്ഞ പറ്റത്തിൽ സാധിച്ചു തന്നേ പറ്റും. കേട്ടോ മണിയാ, എന്റെ ചെവിയിൽ ഒരു ഗുരുവില്ല കേക്കാം. നിങ്ങൾ അതങ്ങ് സാധിച്ചു കൊടുക്കുമ്പോ എന്തോ സംഭവം? ഇവൻ എഴുതിക്കൊണ്ട് വന്ന അപേക്ഷ എന്താണെന്നറിയാമോ? എന്താ? പഞ്ചായത്ത് ഇടപെട്ട് റേഷൻ കട വഴി നാടൻ ബോംബ് വിതരണം ചെയ്യണം. നാടൻ ബോംബോ? എന്തിനാ അത്? അവന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനായിരുന്നു. പിന്നെ അല്ലാതെ പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? എന്റർടൈൻമെന്റ് ഉണ്ടെന്ന് അതല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. എടാ, നിന്റെ കൊച്ചു ബുധനാഴ്ച പഞ്ചായത്തിൽ വന്ന് വാക്സിൻ എടുത്തായിരുന്നു. മെമ്പറേ, ഞാൻ ഒരു ഗുണ്ടയാ. പക്ഷേ എന്റെ മക്കളെ ഞാൻ ഇതുവരെ ഒരുത്തന്റെ ഒരു മുതലെടുക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. എന്റെ കൊച്ചുങ്ങൾ ഇതുവരെ ഒരു സ്ഥലത്ത് എന്റെ മോൻ ഇന്നവരെ ഒരു സ്ഥലത്ത് പോയി ഒന്നും എടുത്തിട്ടില്ല. എന്റെ കൊച്ചു പോയി എടുത്തു പോലും അവർക്ക് ആഹാരത്തിനൊരു കുറവുണ്ടാക്കിയിട്ടില്ല ഞാൻ. എന്റെ പൊന്നുമോൻ പോയി എടുത്തു പോലും. എന്റെ പൊന്നുമോൻ അവനെ കള്ളറാക്കി
അവരെ കള്ളനാക്കിട്ട് നിങ്ങൾക്ക് എന്തോന്ന് കിട്ടായി? ഇതിനുള്ള മറുപടി ഇയാൾ പറയുമോ അതോ ഞാൻ പറയണോ? ആര് പറഞ്ഞാൽ എന്ത് ഇതൊക്കെ തന്നെ അല്ലേ വരുന്നത്? നിങ്ങൾ പറഞ്ഞെന്തോ? എടാ പഞ്ചായത്തിൽ വന്ന് മറ്റേ വാക്സിൻ എടുത്തായിരുന്നു പോളിയോ. അതെടുത്തായിരുന്നു. ആ അതാ ചോദിച്ചത്. അല്ല ഞാൻ തന്നെ നോക്കണം. മെമ്പർ പിലാക്കണ്ടി മാത്രമേ നാട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളൂ. ഇരിക്കണ്ടി. പിന്നെ നീ വന്നേ. ഇവനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടും. ഇവൻ കാരണം ഇവിടെ സ്ത്രീകൾക്ക് കുളിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾ കുളിക്കേണ്ടതാണ് ലക്ഷ്യമെങ്കിൽ ആദ്യം നീ ഇവിടുന്ന് പോകണം. അത് നല്ലത് ആദ്യം മെമ്പർ അങ്ങ് പോകുന്നു. അങ്ങനെ നമ്മൾ മൂന്നുപേരും പോയി ഈ സ്ഥലം ബ്ലാങ്ക് ആയിട്ട് കിടക്കും. ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം കേട്ടോ. എടാ അതല്ല പറഞ്ഞത്, ഞാൻ രാവിലെ ഇവിടെ വന്ന് കയറിയതാ. ഇവൻ എന്ത് ചെയ്ത് ഇവിടെ നീറ്റ് പോകല്? ഇവിടെ തന്നെ ചൂണ്ടിയിടുന്നു അവൻ ഒരേ നിർബന്ധം. ഇവനെ ചൂണ്ടയിടാൻ അറിയത്തില്ല. ചൂണ്ടയിടാന്ന് പറഞ്ഞ ഒരു കലയാണ്. എന്റെ അച്ഛൻ ഭയങ്കര ചൂണ്ടയിടൽ വിദഗ്ധൻ. നിങ്ങളുടെ അച്ഛൻ ഗുണ്ടയാന്നല്ലേ നേരത്തെ പറഞ്ഞത്? ഞാൻ അവസരത്തിനനുസരിച്ച് തന്തയെ മാറ്റും. അച്ഛന്റെ ജോലി മാറ്റും. അച്ഛൻ ജോലി മാറ്റി. അച്ഛൻ ചൂണ്ടയിടുമായിരുന്നു. പിന്നെ അച്ഛൻ പണ്ട് കായലില് ചൂണ്ടയിടാൻ പോയി. അവിടെ വെച്ച് ഒരു തിമിംഗലത്തിന് ചൂണ്ടയിട്ട് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വലിച്ചു. അല്ല കായലിൽ തിമിംഗലില്ല. ഇല്ലല്ലേ? അപ്പൊ ഈ സ്രാവ് ഉണ്ടല്ലോ, കായലിൽ സ്രാവും ഇല്ല. വേറെ വലിയ മീൻ ഏതാ ഉള്ളത്? കൊഞ്ചുണ്ടായിരിക്കും. കൊഞ്ചിൽ ഈ കഥ നിക്കത്തില്ല. കഥ കൊണ്ടുവന്ന് തുലച്ചിട്ട് എന്നെ പോയി സാധനം പോയി. നിങ്ങളെ ഏതാണ്ട് ഗുരു ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതായത് 2 ആഴ്ചയായിട്ട് ഇവൻ ഇവിടെ കാണാനില്ലായിരുന്നു. ഞാൻ ഇവനെ തപ്പി ഇവന്റെ വീട്ടിൽ പോയി. എവിടെ എഴുതറാ നീ? അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ ദാദോങ്കിയുടെ കാര്യം ഗുണ്ടകൾക്ക് മുകളിൽ ഒരാളുണ്ടല്ലോ. ഗുണ്ടോക്കെ ഗുണ്ട. മൊബൈലാണോ? മൊബൈൽ ഹാജി മസ്താൻ എന്നാണോ പേര്? എങ്ങനെ പറയുമെന്ന് പറഞ്ഞിരിക്കുന്നു. അയ്യോ, അങ്ങനെ പുള്ളിക്കാരൻ കേരളത്തിൽ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ താജ് ഹോട്ടലുണ്ട്, പെട്ടെന്ന് വാ, ഒന്ന് കണ്ടിട്ട് പോകുന്നു. ഇല്ലേ, നമ്മൾ പോകുമ്പോൾ ഡീസന്റ് ആയിട്ടൊക്കെ പോകണ്ടേ. ഞാൻ ഒരു കോട്ട എടുത്തിട്ട് ഒരു ബൊക്കൊക്കെ ആയിട്ട് ചെന്ന് താജ് ഹോട്ടലിന്റെ ഡോർ അങ്ങോട്ട് തുറന്ന് വെൽക്കം ടു കേരള എന്ന് പറഞ്ഞതും 2 ബ്ലാക്ക് കാറ്റ്സ് ഒന്നിനെ തൂക്കിയെടുത്തിട്ട് വെളിയിട്ട്. അയ്യോ, അവൻ അത്ര സെറ്റപ്പ് ആയിട്ട് എന്തിനാ മോനെ നിന്നെ തൂക്കിയെടുത്ത് വെളിയിട്ടത്? വെപ്രാളത്തിൽ കോട്ടിട്ടുണ്ട് പോയപ്പോഴേ പാന്റ് ഇടാൻ പറഞ്ഞു. അപ്പൊ ദാദാരെ തുണി നോക്കി കാണിച്ചിട്ടാണ് അവൻ ഇവിടെ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ വീട്ടിട്ട് വരാൻ നോക്കിക്കേ. ഞാൻ വരാൻ പറ്റത്തില്ല, ഇതിനെ പിടിച്ചിട്ട് ഞാൻ വരത്തോളൂ. എന്റെ ഭാര്യക്ക് വാക്ക് കൊടുത്താ വീട്ടിട്ട് വരാൻ നോക്കാൻ. നിങ്ങൾ എന്റെ ഭാര്യക്ക് വാക്ക് കൊടുക്കേണ്ട കാര്യം എന്തുവാ? നിന്റെ വീട്ടിൽ കൊണ്ട ചെല്ലാന്ന്. ഞാൻ ഈ മീനിനെ പിടിച്ച് ഞാൻ വരാനെ പിടിച്ചിട്ട് വരത്തോളൂ. കഷ്ടം, മനുഷ്യന്മാർക്ക് ഭ്രാന്ത് വന്നു. അവനെ വിളിച്ചോണ്ടോ, എനിക്ക് കുളിക്കണം. മാറാ കുളിക്കാത്തവന്. ഇവിടെ കുളിക്കാക്ക് ഇറങ്ങല്ലേ എന്ന് ഇറങ്ങരുതെന്നാ. അങ്ങോട്ട് മാറി ചൂണ്ടിടാ. പോടാ. എന്തോ ചെയ്യാനാന്ന് പറയണേ. ഇത് നീ വീട്ടിലേക്ക് വാടാന്ന്. ഞാൻ വരുന്നില്ല. ഞാൻ നായർക്ക് വാക്ക് കൊടുത്താന്ന്. എന്തിനീ തുണിയൊക്കെ എടുത്ത് അഴിച്ചു വെക്കണം? നിങ്ങൾ ഈ തുണിയല്ലേ എങ്ങനെ ഉരുത്തിട്ട് കൂടെ ഇറങ്ങിയാൽ അങ്ങനെ? ചെറിയ മീനുകളുള്ളല്ലേ, അവർക്കൊരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. എന്ത് ചെയ്യാനാണ്? ചെയ്യാൻ തലപ്രാന്ത് പിടിച്ച മനുഷ്യന്മാർ എന്തൊക്കെയാണ് അങ്ങനെ ഇവിടെ കുളിക്കുന്ന അങ്ങ് ഇറങ്ങിയോട്. അവിടുന്ന് വലിച്ചു പിടിക്ക്. എടാ അങ്ങനെ അല്ലെങ്കിൽ മാറി ഞാൻ കാണിച്ചു തരാം. വലി കിട്ടി ഉടക്കി. ഞാൻ പിടിക്കുന്നത് പോകാ. വലിച്ചു കയറ്റി 2 ആമേനെ ഒന്നിച്ച് കിട്ടി കേട്ടോ. അയ്യോ, അത് 2 ആമയല്ല, നാണുച്ചേട്ടന്റെ മൂടാ. വലിയടാ. കാണിച്ചത് ഞാനല്ല, നീ അല്ലേടാ ഇങ്ങനെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ സാധനം എടുത്തിട്ട് വീട്ടിൽ പോയായിരുന്നു. ഇവിടെങ്കിലും ഒരിടത്ത് നില്ല പട്ടി. എന്തോ ചെയ്യാനാന്ന് പറയണ. നാണു, നീ പേടിക്കണ്ട. മെമ്പർ പിലാക്കണ്ടി ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാം കേട്ടോ. പേടിക്കണ്ട കേട്ടാ. ഹൗ ടു റിമൂവ് മൂട്ടില് ചൂണ്ട. നമ്മൾ ഉദ്ദേശിച്ചല്ല, സേവ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് ഇതിന് പരിഹാരം ഇല്ല. പരിഹാരം ഇല്ല. സമയം കൊണ്ട് അങ്ങ് തിരകം കളിക്കുക. അണ്ണാ, ഇപ്പൊ എന്താ മാർഗം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ 6 മാസമായിട്ട് ഇവിടെ നീ മീൻ പിടിക്കാൻ വേണ്ടി ഇരിക്കുക. ഇവൻ കാരണം ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് പിന്നെ വരാലിനെ പിടിക്കണ്ട അണ്ണാ. നിനക്ക് വരാലിനെ പിടിക്കും. വരാലിനെ പിടിക്കും.
ഇതെങ്ങനെ പിടിച്ചെണ്ണ? അസ്ഥാനത്ത് ചൂണ്ട ഒരുങ്ങിയ വരാലല്ല തിമിംഗലത്തിന് വരെ ആരും പിടിക്കൂടാ. നല്ല നല്ല ഉഷാറായിട്ടൊരു കയ്യടി വരട്ടെ. നസീർക്ക, മണിക്കുട്ടാ, രാജേഷ്, അമലേ, എന്തോ കുഴപ്പമില്ലായിരുന്നു. എന്താ ഒരു സുഖമുണ്ട് കണ്ടോണ്ടിരിക്കെ. പിന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നതായിട്ട് ഫീൽ ചെയ്തു. കുറച്ച് ഏരിയയിൽ, അതായത് തുടക്കം ബിഗിനിങ്ങിൽ കാര്യം ആ 2 പേര് നിന്നിടത്താണ് മെമ്പറും മണിക്കൂട്ടിനോട് ആ നിന്ന ഭാഗത്താണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടിക്ക് ചെറിയ ചെറിയ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമുക്കൊന്ന് ആർത്തിച്ചിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കൗണ്ടറൊന്നും അവിടെ വീണില്ല. പിന്നെ പാലോട് വന്നതിന് ശേഷം പാലോടിൻ്റെ ആ ഒരു പോർഷനാണ് നമുക്ക് ഓർത്തിയിരിക്കാൻ പറ്റുന്ന കുറേ ഏരിയകൾ. പാലോട് വന്നതിന് ശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പാലോട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥിരം പണിയാക്കി എടുത്താൽ നന്നായിരിക്കും. മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. മൊത്തത്തിൽ നമുക്കൊരു ഒരു മോശം പറയുകയില്ല, കൊള്ളാമായിരുന്നു. പക്ഷെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ചിരി ആവശ്യമാണ്. അപ്പം നിങ്ങൾ ചിരിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ചിരി ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അമലൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രസാദേട്ടാ, ഒരു നല്ല ഗ്രാമീണത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നി. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഓൺലൈനിൽ വടി വരുത്തുന്നതും, ഇപ്പോൾ വടി വളരെ ചെറുതായി പോയി, എല്ലാവർക്കും അത് അഫക്റ്റഡ് ആണ്. കാരണം നമ്മൾ പലരും ഓൺലൈനിൽ പല സാധനങ്ങളും വരുത്തിയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം പണി കിട്ടിയ ആൾക്കാരെല്ലാവരും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആളുകളായിട്ട് റിലേറ്റഡ് ആണ് അങ്ങനെയുള്ള കൗണ്ടേഴ്സൊക്കെ. അതോടൊപ്പം തന്നെ ഈ ചില കോമഡികൾ നമ്മൾ എത്ര പഴയ കോമഡി ആണെങ്കിലും കറക്റ്റ് സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ വർക്ക് ചെയ്യും. പണ്ട് മൂലം കേട്ടിട്ടുള്ള ഒരു കോമഡിയാണ് കോട്ടിടുമ്പോൾ പാൻറ് മറന്നു എന്നുള്ളത്. പക്ഷേ ഇവിടെ ആ ഇട്ടിരിക്കുന്ന സ്പോട്ട് ഉണ്ടല്ലോ, കറക്റ്റ് സ്ഥലമായിരുന്നു. കാരണം അപ്പോൾ നമ്മൾ അത്ര പഴയതാണെന്ന് പറഞ്ഞാലും കാര്യമില്ല. അത് ചില സാധനങ്ങൾ ആ കറക്റ്റ് ഇടേണ്ട സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ചിരിക്കും. അങ്ങനെ ഞാൻ ചിരിച്ചു പോയ മറ്റൊരു സ്പോട്ടാണ് ഈ പറഞ്ഞ സാധനം. പിന്നെ ബേസിക്കലി നിങ്ങൾ 3 പേരും അല്പം എല്ലാവരിലും ഉള്ള പോലെ ഒരു കോഴിസം ഉണ്ട് നിങ്ങൾക്ക്. ഒക്കെ എല്ലാവരും മാന്യന്മാരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു കോഴിസം ഉണ്ടാവും. അപ്പം അത് പുറത്ത് പറയാൻ മടിയാണ്. എന്നാലും ചുറ്റിപ്പറ്റി വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അത് കാണാൻ പുള്ളി മീൻ പിടിക്കാൻ വന്നതൊന്നും അല്ല ഇവിടെ. അവിടെ വെറുതെ മുങ്ങി തപ്പിയെ കിട്ടും മീൻ. പക്ഷേ അത് അവസാനം എൻ്റെ ക്ലൈമാക്സിൽ കണ്ടു. എന്നാലും മീൻ കിട്ടുന്നില്ല എന്നുള്ള പേരും പറഞ്ഞ് പുള്ളി അവിടെ. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു നർമ്മമുണ്ട്. അല്ല, ഇത് പാലോടിൻ്റെ ഐഡിയ ആണോ? അത് എനിക്ക് ചോദിക്കട്ടെ. ആരധികം കൊണ്ടുവന്നേ? ആണോ? അപ്പം മനസ്സിലായി ആളെ. ജീവിതത്തിന് ജീവിതത്തിന്റെ ഒരു ചീന്തിയെടുത്ത ഒരു കുഞ്ഞു കഷ്ണം മാത്രമേ ഉള്ളത്. ഇനി ഒരുപാട് സാധനങ്ങൾ കിടക്കുന്നു പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ നസീർ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമർ ആദ്യത്തെ ഏരിയയിൽ ഇച്ചിരി കുറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ ആകെ മൊത്തം ഒരു ആനച്ചന്തമുണ്ട്. നന്നായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മണിക്കുട്ടാ, രാജേഷ്, അമലേ, എന്തോ നന്നായിരുന്നു കേട്ടാ. ഒരു ഗംഭീരം എന്ന് പറയാനില്ലെങ്കിലും മനോഹരമായിരുന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ കുളിക്കടവ് എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ ഇതൊക്കെ വരുമ്പോൾ ഒരാളെ ഉപദേശിക്കാനാണ് വരുന്നത്. ഒരാളായിരിക്കും പ്രശ്നക്കാരൻ. ഇത് 3 പേരും പ്രശ്നം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞ പ്രത്യേകത ഹ്യൂമർ വളരെ അധികം കൊണ്ടുവരാം. കാരണം മറ്റത് ഒരാളെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് മറ്റുള്ള 2 പേരും സപ്പോർട്ട് ചെയ്ത് അവനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യണത്. അപ്പോൾ അതാകുമ്പോൾ അവനിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു തമാശയായിപ്പോകും. പക്ഷേ ഇത് 3 പേരും ഇങ്ങനെ കോഴിത്തരം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗംഭീരമാക്കായിരുന്നു. അച്ഛൻ മീൻ പിടിക്കാൻ പോകണില്ലേ, മറ്റേ കായലിൽ മറ്റേ തിമിംഗലത്തിനെ കിട്ടി, മറ്റേ സ്രാവിനെ കിട്ടി. അപ്പോൾ പറയുമ്പോൾ സ്രാവും തിമിംഗലും എന്തായാലും കിട്ടൂല. അപ്പോൾ ഇതിൽ വലിയൊരു മീനെ പറയാൻ വെച്ച് കൊഞ്ചിൽ നിൽക്കണ കൊഞ്ചില് ഈ കഥ നിൽക്കൂല. അപ്പൊ തന്നെ അറിയാത് ഭയങ്കര നോണയായിരുന്നു. അപ്പൊ അവിടം തുടങ്ങിയിട്ട് നന്നായി സ്കിറ്റ്, അവിടം തുടങ്ങിയ അവസാനം വരെയുള്ള സ്കിറ്റ് ശരിക്കും പറഞ്ഞാൽ അതേപോലെ ആദ്യം തുടങ്ങി ഇവിടം വരെയും കൊണ്ടൊന്നും കൂടി എത്തിക്കുകയായിരുന്നെങ്കിൽ നല്ല ബാലൻസ്ഡ് ആയിട്ട് നല്ല കറക്റ്റായിട്ട് പോയേനെ. അപ്പം ഇപ്പോൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കുറച്ച് സ്ലോവും പിന്നെ അങ്ങോട്ട് നല്ല സ്കിറ്റും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്ലൈമാക്സ് ആണ്. കാരണം ഇങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആരായാലും ചെളിയിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ഒരു മീൻ പിടിച്ച് കൊടുക്കും. കാരണം മീൻ പിടിച്ചില്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ അവിടെ നിന്ന് നിൽക്കുകയും ചെയ്യും, ചൂണ്ടെടുക്കാനും പറ്റൂല. അത് ആ കുളത്തി വിട്ട് അടുത്തേക്ക് വന്നാൽ പിന്നെ അതങ്ങ് വിട്ടെന്നാണ് നമ്മൾ കരുതിയത്. ആ കുളത്തി വലിക്കണൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സും അത്യാവശ്യം നല്ലതായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം
കുറച്ച് ഭാഗങ്ങളും കൂടി ഇതേപോലെയുള്ള തമാശ, അച്ഛൻ്റെ കാര്യങ്ങളും മറ്റേ തമാശയും കൊളത്തുള്ള കാര്യങ്ങളും അതേപോലത്തെ തമാശകൾ ഇപ്പുറം കൂടി വന്നിരുന്നെങ്കിൽ ഉഗ്ര സ്കിറ്റായനെ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റാർട്ടിങ് മുതൽ ഫസ്റ്റ് ഡയലോഗിൽ തന്നെ ഒരു ഹ്യൂമറിൽ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്തു. സിസ്റ്ററും കൊത്തുന്നില്ല, മീനും കൊത്തുന്നില്ല. ഈ കൗണ്ടറെല്ലാം കൂടെ ചേർത്ത് വേണം കേട്ടോ മാർക്ക് കൊടുക്കാൻ. തീർച്ചയായിട്ടും. ആദ്യം ആരും ഞാൻ കൊടുക്കാം. നസീർക്ക, ഞാനൊരു 14,000 രൂപ. 14,000 രൂപ. ഞാൻ ഒട്ടും കുറക്കണമല്ല. 14,000 രൂപ. 28,000 രൂപ ആയിട്ടുണ്ട്. പ്രസാദാ അയച്ചോ? പോരാ കൊടുത്തത്. അയച്ചോ, വിട്ടോ. ടോട്ടൽ 55,000 രൂപ. നല്ല എമൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതേപോലെ ഉഷാർ ഐറ്റങ്ങളായിട്ട് വരൂ. ഇതിൽ കൂടുതൽ കൗണ്ടറായിട്ട് വരും, ഇതിൽ കൂടുതൽ മാർക്കായിട്ട് പോവാം. ശരി കേട്ടോ. അനുഭവങ്ങളിൽ നിന്ന് ചീന്തി എടുത്തുകൊണ്ട് വരും. ശരി മെമ്പറെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിലേക്ക് ഒരു ഡിഫറെന്റ്, ഒരു സ്പെഷ്യൽ, ഒരു വൈറൽ ഗേൾ വരുന്നു. ഒരു മിടുക്കി കുട്ടി. ആളെ വിളിക്കുന്നതിന് മുമ്പ്, പരിചയപ്പെടുന്നതിന് മുമ്പ്, ആളുടെ പെർഫോമൻസ് കാണുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, കണ്ടാലോ? വീഡിയോ പ്ലീസ്. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ, നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ. അടിപൊളി, നല്ല ഫീലിംഗാ. നന്ദൂട്ടിന്ന് വിളിക്കും. നന്ദനമോളാണ് വരുന്നത്. ഏനാത്ത് നിന്നാണ് വരുന്നത്. കുറെ പാട്ട് മാത്രമല്ല, കുറെ ഐറ്റങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. വിളിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക്, ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറിലേക്ക് ലെറ്റ്സ് വെൽക്കം നമ്മുടെ നന്ദനമോൾ, അല്ല നന്ദൂട്ടി. ഒരു നല്ല കൈയ്യടി. ഇതാണ് നന്ദൂട്ടി, നമ്മുടെ നന്ദൂട്ടി. എല്ലാരും നന്ദന എന്നാണ് പേര്, പക്ഷെ എല്ലാരും നന്ദൂട്ടി എന്ന് വിളിക്കുന്നതാണ് നന്ദൂട്ടിക്ക് ഇഷ്ടം. അല്ല, നമ്മൾ എന്ത് വിളിക്കുന്ന നന്ദൂട്ടിക്ക് ഇഷ്ടം? നന്ദനെ എന്നാണ്. എന്നെ നന്ദൂട്ടി എന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പൊ നന്ദൂട്ടി അടിപൊളി. നന്ദൂട്ടി, അപ്പൊ നമ്മുടെ സ്വന്തം നന്ദൂട്ടി. അതെ, ഇത് നാട് വേറെയാണ്, ഇത് വേറെ ലെവലാണ്, ഇത് ഐറ്റം വേറെയാണ്. എന്താ നല്ല ഫുൾ എനർജിയിലാണ് നന്ദൂട്ടി വന്നേക്കുന്നത്. അപ്പൊ എനർജി ഒട്ടും കളയാതെ ആദ്യത്തെ ഐറ്റം അങ്ങ് തുടങ്ങാം. എന്താണ് നന്ദൂട്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? സത്യത്തിൽ ചെയ്യാൻ വന്നതിന്റെ ആൽബം സോങ് ആയിട്ടാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഇക്ക ആരാന്നറിയാവോ നിങ്ങൾക്ക്? ഇക്ക നിങ്ങൾ ആരും വിചാരിക്കുന്ന നസീർ അല്ല കേട്ടോ. ഇക്ക ഇത് കമലഹാസനാണോ? കമലഹാസനൻ. കവിയെ വിളിച്ചില്ലയോ? കവി വന്നില്ല, എന്നില്ല. അതെന്ത് കവി വരാഞ്ഞത്? കവി നാളത്തെ ഷൂട്ടിന് എന്നില്ല. ഓ, കവിക്ക് കവിത എഴുതാൻ സമയമായിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ നന്ദൂട്ടി എന്താണ് നസീർക്കും ബിജുക്കുട്ടൻ ചേട്ടനും പ്രസാദ് ഏട്ടനും ഇവിടെ കുറെ ആൾക്കാർ വേറെ ഇരിപ്പുണ്ട്, അവർക്ക് എനിക്കൊക്കെ വേണ്ടിട്ട് എന്ത് ഐറ്റം ആണെന്ന് നന്ദൂട്ടിയുടെ കയ്യിലുള്ളത്? ഞാൻ തന്നെ പാടിയ എന്റെ യൂട്യൂബ് ചാനൽ നന്ദൂട്ടി ഹാറ്റ്സ് ആൻഡ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ തന്നെ പാടിയിട്ടിരിക്കുന്ന എന്ന ഗാനം തന്നെയാണ്. നമുക്ക് ആ ഗാനത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ പൊളിച്ചടുക്കൂല്ലേ. ഇത് വേറെ ലെവലടേ. എന്നാ പിന്നെ അതിലങ്ങ് തുടങ്ങാം. ഇന്ന് പൊളിക്കടോ. പൊൻപൂ കണി കാണാൻ കടം തായോ, നറുപൂവിൽ വിടരും തേൻ ചിരി തായോ, കണി കാണായ കളിയാടി ഈ മണ്ണിൽ മണമായി നിധി തേടാം. നാളെ ഒരു പൊൻപൂ കണി കാണാ കടം തായോ. കയ്യടി ഇങ്ങോട്ട് പോരട്ടെ.
മണ്ണിൽ പണമായി മണമായി കളിയാടി കളിയാടി അതിരില്ലാത്തൊരു ലോകം കുഴലൂതി വരവേൽക്കാം കുഞ്ഞാറ്റ ചിറകേറി പാറുന്നു ഈ ഞങ്ങൾ എരിവേനൻ തീമുള്ള മൈക്കല്ലേ ഈ പൂക്കൾ നാളെ ഒരു പൊൻപൂ കണി കാണാൻ കടം തായോ പൊൻപൂക്കൾ പൂക്കൾ ശലഭങ്ങൾ ശലഭങ്ങൾ വിളിപ്പൂ വിളിപ്പൂ ഈ നമ്മെ അവ കേഴുന്നത് കേൾക്കാനായി കൊഴിയാ പൂക്കൾ തീർക്കാനായി നാടിൻ്റെ കൈവേരായി തീരാനി കുഞ്ഞുങ്ങൾ ചിരി പൊട്ടും പൂക്കാലം വരവായി തരു നിങ്ങൾ നാളെ ഒരു പൊൻപൂ കണി കാണാ കടം തായോ നറുപൂവിൽ ഇടരും തേൻ ചിരി തായോ കണി കാണാ ഓഹോ അടിപൊളി അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് മാത്രം കൈയടിച്ച പോലെ നിങ്ങൾ 3 പേരോടെ കൈയടിക്കണം കേട്ടോ ആദ്യം അടിച്ചത് കൈയടിക്കണത് എല്ലാരും ഒന്നിച്ചിട്ട് കൈയടിച്ചേ. ആ, അടിപൊളി കലക്കല്ലേ നസീർക്ക? കാലയ്ക്ക് കിടു. ഇതാരാണ് സംഗീതം ചെയ്തേ? എൻ്റെ വല്യച്ഛനാണ് ആഹാ അടിപൊളി പാങ്ങോട് രാധാകൃഷ്ണൻ. പാങ്ങോട് രാധാകൃഷ്ണൻ ചേട്ടനാണ് മ്യൂസിക് നല്ല ചെയ്തിരിക്കുന്നത്. ത്രോയാണ് കേട്ടോ വോയിസ്. എഴുതിയേക്കുന്നത് മധു നാരായണൻ എന്ന് പറയുന്ന അങ്കിളാണ്. ഗംഭീര പാട്ട്. പാടിയത് നന്ദൂട്ടി. നന്ദൂട്ടിയാണ് പാടിയിരിക്കുന്നത്, അറിയാമല്ലോ. ഉഗ്രം പാട്ടാണ് കേട്ടോ, ഉഗ്രം പാട്ട്. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് അടുത്തത് പാട്ടാണോ? അടുത്ത ഐറ്റം അടുത്ത ആഴ്ച എന്താണ്? അടുത്തത് ഒരു പാട്ടുകൊണ്ടാണ്. എന്നാ ഒരു പാട്ടുകൂടെ കേൾക്കാം. ആയിക്കോട്ടെ. ഓക്കെ, മ്യൂസിക്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാര്യം എടുത്തു പറയാൻ കാര്യമുണ്ട്. എന്താന്നറിയോ, ഇപ്പൊ നമ്മളൊരു പാട്ടൊക്കെ പാടിയിട്ട് അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നോണ്ടേ പെട്ടെന്ന് പാടുമ്പോ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. എങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതാക്കണം കേട്ടോ. ഉറപ്പാണ്. വാഴ്മുന കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനും കൈ തരിച്ചു തൊട്ടപ്പോൾ മഴവില്ല് തേൻ മഴയായി ആ മഴ ആദ്യാനുരാഗമായി ഇതുവരെ അറിയാത്ത നൊമ്പരമെൻ ആത്മാവിൽ ഞാൻ അറിഞ്ഞു അരുവിയാൽ പല വഴി അലഞ്ഞതല്ല അഴകേ നിന്നരികിലെ ഞായിരുന്നു വാഴ്മുന കണ്ണിലെ മാരിമില്ലേ കട്ടെടുക്കാനും കൈ ധരിച്ചു തോന്നി ആരുമില്ലാതെ നീ നോവുകില്ല നൊമ്പര ചെൺപകമേ ഇരുവിയിൽ ചൂടിൽ തണലായി മാറാം പെരുമഴയിൽ പീലി കുടയാകാം വാഴ്മുന കണ്ണിലെ മാരിമില്ലേ കട്ടെടുക്കാനും
തൊട്ടെടുക്കാനും കൈ ധരിച്ചു. കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനും കൈ ധരിച്ചു. തൊട്ടപ്പോൾ മഴവില്ല് തേൻ മഴയായി, ആ മഴ ആദ്യാനുരാഗമായി. ഇതുവരെ അറിയാത്ത നൊമ്പരമിൻ ആത്മാവിൽ ഞാൻ അറിഞ്ഞു. അരുവിയാൽ പല വഴി അലഞ്ഞതല്ല, അഴകേ നിന്നരികിലെയായിരുന്നു. വാഴ്മുന കണ്ണിലെ മാരിവില്ലേ കട്ടെടുക്കാനും കൈ ധരിച്ചു. ഇനി എന്താണാവോ അടുത്ത ഐറ്റം? ഇനി നന്ദൂട്ടിയുടെ പേരൻസ് വന്നിട്ടുണ്ട്, നമുക്ക് പേരൻസിനെ പരിചയപ്പെടണം. പേരൻസ് വന്നിട്ട് നമുക്ക് രണ്ട് മിമിക്രി ഐറ്റം കൊണ്ട് അതുകൂടെ കാണാം. നന്ദൂട്ടിയുടെ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? അമ്മ, അച്ഛൻ, ഞങ്ങള് 3 പേര്. അപ്പൊ നന്ദൂട്ടി തന്നെ വിളിച്ചോ, അമ്മയെ അച്ഛനെ വിളിച്ചോ? അവര് ഓക്കെ, ഞാൻ തന്നെ വിളിക്കും. റെഡി. പിന്നെ അച്ഛാ, അമ്മ ഇങ്ങോട്ട് കേറി പോരെ. ഇതേ ഐറ്റം വേറെയാ. ഇതാണ് നന്ദൂട്ടിയുടെ അച്ഛനും അമ്മയും. നമുക്ക് അവരെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ, പേര്? നമസ്കാരം, എൻ്റെ പേര് വിനീഷ്. റീജ. വിനീഷേട്ടൻ എന്ത് ചെയ്യുക? ഞങ്ങളിപ്പോ ഏഴംകുളത്ത് ഒരു ഇക്കോ ഷോപ്പ് എടുത്ത് ചെയ്യാണ്, കൃഷിഭവൻ രണ്ടുപേരുടെ കൂടി. അടിപൊളി. രണ്ടുപേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക്, ഇത് ഐറ്റം വേറിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മയുടെ പേര് പറഞ്ഞില്ലേ? പറഞ്ഞോ. അമ്മയുടെ പേര് റീജ. അമ്മ മോളെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. ഞങ്ങള് ജനിച്ച നാൾ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കൊണ്ട് അങ്ങനെയാണ്. മോള് പാട്ട് പഠിച്ചിട്ടുണ്ടോ നന്ദൂട്ടി? കുറച്ച് നാളായിട്ടേ ഉള്ളൂ പഠിച്ചു തുടങ്ങിയിട്ട്. ഓക്കെ. വേറെ എവിടെയാണ് പാടിയിട്ടുള്ളത്? മോളൊരു ആൽബം ചെയ്തായിരുന്നു, നാളെ ഒരു പൊൻപോ എന്നും പറഞ്ഞു. അതാണ് മുമ്പ് ഇവിടെ പാടിയത്. ഗംഭീരമായിരുന്നത്. അത് നമ്മൾ കേൾക്കുമ്പോഴേ അത് എനിക്ക് തോന്നുന്നത് വലിയ ഗായികമാർ, അതായത് ചിത്ര ചേച്ചിയൊക്കെ പാടി ഹിറ്റായ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന പോലെയാണ്, റിപ്പീറ്റ് കേൾക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. അതെ, സത്യമായിട്ടും. അത് സംവിധാനം ചെയ്ത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന് പറയുന്ന ആ പാട്ട് സംവിധാനം ചെയ്ത കവിത അല്ലേ? കവിത. ഇപ്പം മോൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ട്. ഇപ്പൊ ഒരു പനി ഉണ്ടായിരുന്നു കേട്ടോ. പനിയായിട്ട് നല്ലൊരു മോൾ അതിന് ജാമ്യം എടുത്തായിരുന്നു. അടുത്ത പാട്ട് എങ്ങനെയാകും പറഞ്ഞു. ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പോ പനിയുടെ സ്ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ ഞങ്ങൾ രണ്ടുകൂട്ടത് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇക്കൊക്കെ ചോദിക്കുക, എന്തുമായിരുന്നു കുശലം പറയുന്നത് രണ്ടുപേരും. ഞങ്ങളാരും നമ്മള് കമ്പനി ഇവർക്ക് അറിയത്തില്ല അല്ലേ? നന്ദുട്ടിക്ക് അനിയനോ ചേട്ടനോ അനിയത്തിയോ? ഇല്ല, ഞാൻ ഒരാളേ ഉള്ളൂ. മതിയല്ല, ഒരെണ്ണം മതിയില്ലേ? ഒരെണ്ണം ഉള്ളത് ഓലക്കൊക്കെ അടിക്കണം. ഞങ്ങൾക്ക് അടിക്കാൻ തോന്നിയില്ല. അവളിപ്പോ കൊല്ലം SN വിമൻസ് കോളേജില് മ്യൂസിക് BA മ്യൂസിക് ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ആ യൂട്യൂബ് ചാനലിന്റെ പേര് ഒന്നുകൂടെ പറയോ? നന്ദൂട്ടി ആർട്സ് ആൻഡ്
വ്ലോഗ് ഇപ്പൊ തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. നന്ദൂട്ടി ആഡ്സ് ആൻഡ് വ്ലോഗ്സ് ഇപ്പൊ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് അപ്പൊ എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. പിന്നെ അല്ല ഇപ്പൊ വ്യൂസ് ഇപ്പൊ കൂടും പറഞ്ഞു. അല്ല മോൾക്ക് ഈ ചാനലിൽ വരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനലിൽ എത്തിപ്പെടാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. അല്ല എനിക്ക് തോന്നുന്നു നന്ദൂട്ടി ഫ്ലവേഴ്സിന്റെ എല്ലാം പഠിച്ചു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ പറയുന്ന അനൗൺസ്മെന്റും ടൈമിങ്ങിലെ പറയണത്. അടെ ഞാൻ ചോദിക്കട്ടെ, എന്തിന് പറഞ്ഞോണ്ടിരിക്കണ പോണത് എങ്ങോട്ട്? എനിക്ക് മനസ്സിലായി, നേരത്തെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ജീവ പതുക്കെ എന്റെ പണി കളയരുത് അതല്ലേ നന്ദൂട്ടി പറഞ്ഞത്. ഞാനിവിടെ ഒരു സൈഡിൽ പിടിച്ചിരിക്കുക. നന്ദൂട്ടി മിമിക്രി നമുക്ക് വേണ്ടി കാണിക്കാന്ന് പറഞ്ഞില്ലേ? എന്തെങ്കിലും മിമിക്രികൾ കാണിക്കോ? എന്തൊരു ചെയ്യണം, ഞാൻ മിമിക്രി ചെയ്യൂലേ. എന്തൊരു ശബ്ദങ്ങൾ കാണിക്കണത്? വാ. പിന്നെ മോൾക്ക് കണ്ണൂർ വെച്ചിരുന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് മിമിക്രിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് എഴുതാൻ എ ഗ്രേഡ് വരുന്നു. അവിടെ എന്തൊക്കെ ഐറ്റം ചെയ്ത മിമിക്രിയില് അത് കേക്കട്ടെ. എവിടെ? കലോത്സവത്തില് നമ്മുടെ ജനാർദ്ദന്റെ സൗണ്ട് ഒക്കെ ചെയ്തായിരുന്നു. അതൊന്ന് കേൾക്കാം അല്ലേ? ശംഖനാഥ് ചെയ്ത് പിന്നെന്തോ അങ്ങനെയൊക്കെ ഐറ്റംസ് ഒക്കെ കുറെ. ഒന്ന് പറഞ്ഞു ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ജനങ്ങളെ കൊല്ലാനാണോ? പിന്നെ ജനങ്ങളെ കൊല്ലാനാണോ? നല്ല കൗണ്ടർ ആണല്ലോ അച്ഛൻ. എനിക്ക് തോന്നിയത് പറഞ്ഞു. ആ ജനാർദ്ദന ചേട്ടന്റെ സൗണ്ട് നോക്കി എടുത്തേ നോക്കട്ടെ. അത് ചെയ്യണോ? സൗണ്ടിൽ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. ഞാനത് ചെയ്യണമെന്നുണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് പോരാ, കുറച്ച് എനർജി ആവാം. മൂന്നാക്കും കുറച്ച് എനർജി ഒക്കെ ആവാം. ഓക്കെ റെഡി. ഇനി എനർജി ആയി ഇനി ചെയ്യും. ശംഖനാഥോടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ, എനിക്ക് നല്ലതല്ലേ? നല്ലത്. എന്നാ പിന്നെ ദീപം അങ്ങ് കളത്തിയേക്കാം. ജനാർദ്ദന്റെ സൗണ്ട് ചെയ്യാ ഇല്ലയോ? ചെയ്യാം. ഇതൊങ്കപ്പനല്ലോടോ, പൊന്നപ്പനോടാ പൊന്നപ്പൻ. അടിച്ചൊടിക്കടാ അവന്റെ കാല്. ഒരു വലിയ കൈ കൊടുത്തേ. സാറാണ് ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ. അതെ, ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. മോൾക്ക് ഇപ്പൊ എന്താണ് കണ്ണിന് കാഴ്ചയുടെ എന്തെങ്കിലും വിഷയമുണ്ടോ? അപ്പൊ മോൾക്ക് ചെറുതിലെ പിന്നെ ബർത്തിലെ ഉള്ളൊരു പ്രശ്നമാണ് കാഴ്ചയുടെ. അത് കാഴ്ചയുടെ അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 6 മാസം മുതൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആയുർവേദ ട്രീറ്റ്മെന്റാ ചെയ്തത്. വ്യത്യാസമുണ്ട്. വലത് കൈയുടെ ഇവിടെ ഒരു ബലക്കുറവുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. പക്ഷെ മോളുടെ കാര്യങ്ങളെല്ലാം അവള് സ്വന്തമായിട്ട് ചെയ്തോളൂ. ഹോസ്റ്റലിലാണ്, കൊല്ലത്ത് കോളേജിന്റെ ഹോസ്റ്റലിൽ തന്നെയാണ് പഠിക്കുന്നത്. ഡെലിവറി സമയത്ത് സംഭവിച്ചതാണത്. അല്ല ഇപ്പൊ ഈ ഡോക്ടർമാര് എന്താണ് പറയണത്? മോൾക്ക് ന്യൂറോയുടെ പ്രശ്നമാണ്. മാറ്റാൻ പറ്റില്ല. ഒരുപാട് മാറി. കാരണം അന്ന് ഇത്രയൊന്നും നോക്കത്തില്ല. മോൾക്ക് തന്നെ നടക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല. നടക്കാനൊക്കെ താമസിച്ചായിരുന്നു മോള്. എനിക്ക് തോന്നണ ഇത് മാറി നല്ല വ്യത്യാസം. ആയുർവേദ കോളേജിൽ തന്നെ 5 വർഷം അടുപ്പിച്ച് നമ്മള് ഒരു മാസം തന്നെ 2.5 മാസം അവിടെ അഡ്മിറ്റ് ആവണം, എന്നിട്ട് ചികിത്സ. അങ്ങനെ 5 വർഷം തുടർച്ചയായിട്ട് ഞങ്ങള് ആയുർവേദ കോളേജിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എല്ലാം മാറട്ടെ, മിടുക്കിയായി മുമ്പോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ല നസീറ, ഇനി അടുത്ത ശബ്ദമുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് ഞാനിപ്പോ ആ ഭാഷ അങ്ങ് പഠിച്ചു വെച്ചേ. അതുകൊണ്ട് ഞാൻ അത് മാത്രല്ല പറയണേ, എന്തുട്ടാണ് പൊടിക്കണ്ടേ? എന്തിന് പറഞ്ഞാൽ മാത്രം പോരാ, എന്തുട്ടാണ് അടിച്ച് പൊളിക്കൂന്ന് ഇവിടെ. ഇപ്പൊ പ്രസാദേട്ടൻ ഒരു സൗണ്ട് അനുകരിക്കാവെന്ന് ചോദിച്ചോണ്ട്. ആണോ? ഇഷ്ടപ്പെട്ടൊരു സൗണ്ട് പ്രസാദേട്ടന് വേണ്ടി മാത്രം. അത് ചെയ്യണല്ലേ? നമ്മ കുഞ്ഞുവാ വരയെന്നൊന്ന് കേൾപ്പിച്ചു. കുഞ്ഞുവാവ. ഞാൻ ഫസ്റ്റ് എടുത്ത ശബ്ദം ഇതായിരുന്നു കേട്ടോ. അത് നന്ദൂട്ടി കിട്ടുന്ന വെച്ചതാണല്ലേ സാറേ? മോള് ചെയ്യാൻ കുറെ 2-3 ഐറ്റംസും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ പട്ടി ഉരയ്ക്കുന്ന ഒരു സൗണ്ട് നമുക്ക് ഞാനേ ഇതുവരെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങ് മൂഡ് കേറുവാ. ഏത് മൂഡ്? ഐറ്റം വേറെ മൂഡ്. ഇനി പട്ടി ഉരയ്ക്കുന്നത്. അടിപൊളി അടിപൊളി. അപ്പൊ ഈ പട്ടിക്ക് നമുക്ക് ഒരു ഏറ് കൊള്ളുന്ന ഒരു സൗണ്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്താലോ? ഏറ് കൊള്ളുവാ പട്ടിക്ക്. നല്ല ഏറ കിട്ടിയേ. എല്ലാവരും കലക്കി. നന്ദൂട്ടിക്ക് ഒരു കൈയടി.
ആട് കരയുന്നുണ്ട്. അവിടെ തന്നെ സ്റ്റേജിലൊക്കെ തന്നെ പറഞ്ഞങ്ങ് ചെയ്യുകയും ആദ്യമായിട്ടാണ് ഞാൻ വന്ന് ഇങ്ങനെ കൊടുക്കുന്നത്. ഫ്ലോർ അല്ലേ ഇപ്പൊ എല്ലാവരും നിൽക്കുമ്പോ അതിന്റെ അടിച്ചു പൊളിക്കണ്ടേ ഇല്ലയോ? നമുക്ക് വെറൈറ്റി വേണ്ടായോ? ഒരു വെറൈറ്റി ആട്, വെറൈറ്റി ഒരു ആട്. കയ്യടി പോരാ. അടിപൊളി. തീരാൻ വേണ്ടി ഗംഭീരമായിരുന്നു കേട്ടോ നന്ദൂട്ടി. സൗണ്ടുകളെല്ലാം ഗംഭീരമായിരുന്നു, പാട്ട് ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ഏട്ടാ. ഇനിയും കൂടുതൽ ശബ്ദങ്ങൾ അനുകരിക്കണം. നന്ദൂട്ടിയുടെ ശബ്ദം വളരെ മനോഹരമായിട്ടുള്ള ശബ്ദമാണ്. പാട്ട് പാടാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഡബ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ സൗണ്ടാണ് അല്ലേ? സാധാരണ നമ്മൾ വെറുതെ സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ത്രോ ആണ്. നന്ദൂട്ടി വ്ളോഗറും കൂടിയാണ്. എന്റെ യൂട്യൂബ് ചാനൽ വ്ളോഗും കൂടാ ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം നല്ല സപ്പോർട്ടാണ് മോൾക്ക്. ഏനാത്താണ് ഞങ്ങളുടെ സ്ഥലം. തുരുത്തിലമ്പലമാണ് മോളുടെ അമ്മയുടെ വീട്. ഏനാത്തുള്ളവർക്കും എല്ലാവർക്കും ഒരു ഹായ് പറയണം. ഏനാത്തുള്ളവർക്കും തുരുത്തിലമ്പലത്തിലുള്ളവർക്കും ഒരു ഹായ് പറഞ്ഞോളൂ. പിന്നെ മോളിഞ്ഞോട്ട് വരാൻ സഹായിച്ച ഏനാത്തുള്ള രാജൻ ചേട്ടനാണ്. ആ ചേട്ടനെ ഒരു ഹായ് കൊടുക്കണം. ഏനാത്തുള്ള എല്ലാവർക്കും ഒരു ഹായ്. അപ്പൊ രാജൻ ചേട്ടനും ഏനാത്തുള്ള എല്ലാവർക്കും, ഏനാത്ത തുരുത്തിലമ്പലം അവിടത്തെ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരെയും ഹായ്. കോളേജും കൂടെ ഒന്ന് പറയണേ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. അവിടെ ചാടി ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ 3 പേരുടെ ഞങ്ങളെ സ്റ്റേജിഞ്ഞോട്ടൊന്ന് വന്ന് നിന്ന് ശനിയാ ഇതാണ് നസീർക്ക. ഈ തണുത്ത കൈയുള്ള ആളാണ് നസീർക്ക. ഇതാണ് KS പ്രസാദ് ചേട്ടൻ. നന്ദൂട്ടിക്ക് സന്തോഷമായോ? പിന്നെ ഞങ്ങൾക്ക് സന്തോഷമായി നന്ദൂട്ടിയെ പരിചയപ്പെടാൻ പറ്റിയതില്, നന്ദൂട്ടിയുടെ പാട്ട് കേൾക്കാൻ പറ്റിയതില്, മിമിക്രി കേൾക്കാൻ പറ്റിയതില്. അപ്പൊ നന്ദൂട്ടിക്ക് ഫാമിലിക്ക് ഒരു നല്ല കൈഡി കൊടുക്കാം. ഇനിയും മിടുക്കി കുട്ടിയായിട്ട് നമ്മൾ ഇനിയും കാണും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ കണ്ടോണ്ടിരിക്കാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞേ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ പറഞ്ഞേ. മ്യൂസിക് പ്ലീസ്. താങ്ക് യു നന്ദൂട്ടി, താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. എനിക്ക് വയ്യ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് ഇനി സ്കിറ്റുമായിട്ട് വരാൻ പോകുന്നത്. ദേവി ലക്ഷ്മി, ആര്യ, ആരാധ്യ, കൈയടിക്കൂ. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് എവറസ്റ്റിലേക്കുള്ള യാത്രയിലേക്കാണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്, എല്ലാ പ്രദേശവും മഞ്ഞ് മൂടി കിടക്കുന്നത് നോക്കൂ. ആദ്യത്തെ കമന്റു എവറസ്റ്റ് പിന്നെ മഞ്ഞല്ലാതെ പഞ്ഞി കൂടി ഇടുവോന്നാ. എടാ വീട്ടില് വെറുതെ കുത്തിയിരുന്ന് ഭാര്യയുടെ ചെലവിന് കഴിയുന്ന ചൊറിത്തലയാ. എടാ നിനക്കൊക്കെ എന്തേലും പണി ഉണ്ടോടാ? ഞാൻ നിന്നെ അവിടെ വന്ന് തൂക്കുവേ. അപ്പൊ ഗൈസ് ഇനി ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പൊ ബൈ ബൈ. അയ്യോ ഏകദേശം എത്താറായല്ലേടി. ഏത് ദേശം എത്താറായെന്ന്? എടി ദേശമല്ല ഏകദേശം. നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നോ? അതില്ല. പക്ഷെ തൊഴിലുറപ്പിലെ പെണ്ണുങ്ങൾ വാഗമനി പോയപ്പോ നമ്മളെ കൊണ്ടുപോകാത്തോണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഏതുവരെ? ഇവിടെ വരെ. ഇവിടെ വരെ എന്ന് പറഞ്ഞാൽ എവിടെ വരെ? കൃത്യ സ്ഥലം പറയടി. കൃത്യ സ്ഥലം പറയാനായിട്ട് എന്റെ കുഞ്ഞമ്മേരെ വീട്ടിലോട്ട് പോണ വഴിയാണോ ഇത്? എടി നമുക്ക് വാഗമൺ പോയാ മതിയായിരുന്നല്ലേടി. ഒന്നാതെ നിന്റെ കണ്ണി മൂടൽ, അതും പോരാതെ ആ വാഗമണ്ണില് മൂടൽ മഞ്ഞ്. ഈ 2 മൂടലും കൂടാകുമ്പോ നീ അവിടെ എന്തൊരു കാണാനാണ്? അതെ നീ അങ്ങനെയൊന്നും പറയണ്ട.
നമ്മൾ വന്നേക്കണതേ വാഗം മണ്ണിലല്ല, നമ്മൾ പോകാൻ പോകുന്നത് എവറസ്റ്റിലേക്കാ. എവറസ്റ്റ് മിക്കവാറും ഈ മല മൊത്തം കയറി വരുമ്പോ പേര് പോലെ എവറസ്റ്റ് ആകും. അങ്ങനെ വെച്ചാ എന്നേക്കുമായിട്ട് റെസ്റ്റ് ആകും. കാര്യനാക്ക് വളച്ചൊന്നും പറയാതെ ഞാൻ കഴിക്കാൻ വല്ലതുണ്ടോ? എന്റെ ഒന്നും ഇല്ലടി. 10 കിലോ അരിയും 100 രൂപയ്ക്ക് ചാളയും വാങ്ങി വരേണ്ടതായിരുന്നു. പക്ഷെ ഒരു കണക്കിന് നോക്കിയാണെങ്കിലേ ഇവിടെ ജനിക്കാത്തത് നന്നായി. എന്താടി എത്തിക്കളയാൻ ഒരു പുല്ലുമില്ല, നമ്മൾ എങ്ങനെ തൊഴിലുറപ്പ് നടത്തും? അത് ശരി. എടി നിന്റെ അടുത്തല്ല ഒന്നും കഴിക്കാനില്ലെന്ന് പറഞ്ഞു നീ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് തിന്നാണോ? ഞാൻ ഒറ്റയ്ക്ക് തിന്നാന്നല്ല, തണുത്തറച്ചിട്ട് എന്റെ പല്ലാമ്മി കൂട്ടിമുട്ടനാണ്. ഈ തണുത്ത് വിറയ്ക്കുന്നവളെയൊക്കെ കൊണ്ട് ഈ പരിപാടിക്ക് വരണ്ടായിരുന്നു. എടി ഈ അന്നമ്മ ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എവറസ്റ്റ് കീഴടക്കും. എവറസ്റ്റിന്റെ കീഴിൽ അടക്കും എന്നായിരിക്കും. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? എനിക്കെല്ലാം മനസ്സിലായടി. ഇനി ഞാൻ നിന്നോട് മിണ്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടൂല. നീ എന്താടി പെരേരയുടെ അമ്മയോ? ഇങ്ങനെയൊക്കെ പറയണത്? ഈ കടന്ന് ഡാൻസ് കളിച്ചോണ്ട് വർത്താനം പറയേ. ഇനി എന്റെ അടുത്ത് കൂടുതൽ ഒന്നും മിണ്ടല്ല. എടി 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 എന്നെക്കാളും പ്രായമുള്ളവരാണ് എന്നെ കടത്തിട്ട് മമ്മീന്ന് വിളിക്കണത്. പാട്ടായോണ്ട് ഞാൻ ക്ഷമിച്ചു. ഉള്ള കാര്യം പറയാം കേട്ടല്ലേ. ഇവിടെയും തൊഴിലുറപ്പോ? ചിലപ്പോ കേന്ദ്ര സർക്കാർ പദ്ധതി വല്ലതും ആയിരിക്കും, അല്ലാതെ ഇവിടെ തൊഴിലുറപ്പ് കാണാനോ? ഇതർ തൊഴിലുറപ്പ് ഹേ എടി, ഇത് ഇവിടെയുള്ള തൊഴിലുറപ്പിന്റെ മേറ്റാണെന്ന് തോന്നുന്നു. നമ്മളവിടെ തൊഴിലുറപ്പിന്ന് മുന്നിൽ നടക്കുമ്പോഴേ നമ്മളെ തപ്പി ഒരാൾ വരൂലേ, അത് ഇവിടെ ആളാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി ഇവിടെ പൂ. നാങ്ക ഇങ്ക തൊഴിലുറപ്പല്ലേ, നാങ്ക കേരളം ഹേ. മലയാളിയാണോ? എങ്ങനെ മനസ്സിലായി? അല്ല, മലയാളികൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും മലയാളികളാന്ന് എന്നെ മനസ്സിലാവും. ഹലോ ഗൈസ്, മലയാളികൾ ഇല്ലാത്ത നാടില്ലെന്ന് പറയുന്നത് പോലെ എവറസ്റ്റിലും ഇതാ 2 മലയാളി അമ്പച്ചിമാർ. അനുവാദം ഇല്ലാതെ വീട് കൊടുക്കരുത് കേട്ടോ, ഞങ്ങൾ പ്രായപൂർത്തിയായ കുട്ടികളാ. എന്റെ പേര് മറിയാമ്മ. എന്റെ പേര് അന്നമ്മ കേട്ടോ. അല്ല, കുട്ടിയുടെ പേരെന്താ? താര മേരി സാറ തോമസ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? അയ്യോ, എന്റെ പേരാ താര മേരി സാറ തോമസ്. എടി മരിയേ, പണ്ടൊക്കെ ഒരു വീട്ടിൽ 10 പിള്ളേര് കാണുമായിരുന്നു. ഇപ്പൊ ഒരു വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിലും 10 പിള്ളേരെ പേരാ. ഞങ്ങളുടെ കൂടെ ആരും വന്നിട്ടില്ലെന്ന് എത്ര തവണ പറയണം കൊച്ചാ നിന്റെ അടുത്ത്? ഇവിടെ കിടന്ന് ചത്ത് കഴിഞ്ഞാലേ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് എങ്ങനെ അറിയാനാ? അവരെ അറിയിക്കണ്ടേ? പിന്നെ മോളെ, എന്റെ വീട്ടില് ഒരു മരുമോള് മാത്രമേ ഉള്ളൂ. മരുമോളുണ്ടോ? എന്നാ നമ്പർ പറ, ഞാനൊരു സർപ്രൈസ് കൊടുക്കാം. നീ വിളിച്ചാലൊന്നും അവളൊരക്ഷരം പറയത്തില്ല. ഞാൻ വിളിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ആരും എന്നോട് മിണ്ടാതൊന്നും ഇരുന്നിട്ടില്ല. പിന്നെ MBBS പഠിച്ച ഡോക്ടർ വിചാരിച്ചിട്ട് നടന്നില്ല. എന്നിട്ടാ കൊച്ചി. അതെന്താ? ഇവക്ക് കഞ്ഞി എടുത്തില്ലെന്നും പറഞ്ഞ് കഞ്ഞിക്കലം വെച്ച് അവക്കടെ തടിത്താടെ അടിച്ചങ്ങ് പൊട്ടിച്ച് പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുവാ. 6 മാസം കഴിഞ്ഞാല് അവൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. അമ്മച്ചിയോട് കൊള്ളാലോ. അല്ല, അമ്മച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് 2 ആമക്കളാണ് കേട്ടാ. മൂത്തവ അങ്ങ് അമേരിക്കയിൽ വാഷിംഗില്ല. വാഷിംഗ്ടൺ ഒന്നും അല്ല, അവന്റെ പെണ്ണുമ്പിള്ളേരെ തുണി കഴുകാനാണ് അവിടെ പോയി കിടക്കണത്. അതാണ് ഞാൻ പറഞ്ഞ വാഷിംഗിലാന്ന്. അല്ല, രണ്ടാമത്തവൻ മിമിക്രിയാണ് കേട്ടാ, സൗണ്ട് എടുക്കും. പിന്നെ ഒരു പരിപാടിക്ക് പോയി അവൻ സൗണ്ട് എടുത്ത് നോട്ടുകാർ അതിനെയും വലിയ സൗണ്ട്. അവസാനം ലാസ്റ്റ് ഇത്രേ സൗണ്ട് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ശബ്ദ മലിനീകരണത്തിനെതിരെ അവന് കേസെടുത്ത് ഇപ്പൊ ജയിലിൽ കിടക്കുക. അമ്മച്ചിയുടെ കഴിവ് കിട്ടിയതായിരിക്കും അല്ലേ? പിന്നെ ഞാൻ മിമിക്രി ഒക്കെ ചെയ്യും കേട്ടാ. അതെയോ? എന്തൊക്കെ ചെയ്യും? നസീർ സംക്രാന്തി,
പ്രസാദ് ബിജുക്കുട്ടൻ കാണിക്കും കണ്ടോണ്ടിരിക്കാണ്. ലാസ്റ്റ് കിട്ടണതൊക്കെ സ്വന്തമായിട്ട് തന്നെ മേടിച്ചോളണം. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്ത് കഴിവുള്ളേ? ഞങ്ങൾ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുവോ? കളിക്കും. എന്നാ നിങ്ങൾ ഡാൻസ് കളിച്ചോട്ടെ, ഞാൻ വീഡിയോ എടുക്കാവേ. ഏത് കളിക്കും? നമ്മുടെ തൊഴിലുറപ്പിന്റെ വാർഷികത്തിന് കളിച്ച ഡാൻസ് കളിച്ചാലാ? ഡാൻസ് കളിക്കാം. അപ്പൊ എടുക്കാ? എടുത്തോ. 3, 2, 1 സ്റ്റാർട്ട്. കരന്ന് വെച്ച് പാൽക്കുടം നിറച്ചു വെച്ചു പാലാഴി തിങ്കളായി വന്ന രാധ. ഈ ഡാൻസിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. എനിക്ക് പോവാൻ സമയം, എന്നാ ഞാൻ പോട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഇപ്പോഴാടി പറയണ ക്ലൈമാക്സ് ചേഞ്ച് ഉണ്ടെന്ന്. നമ്മൾ എന്തൊരു കളിക്കുപടി? അയ്യോ, ക്ലൈമാക്സ് ചേഞ്ച് അല്ല, ഇവിടെ മഞ്ഞ് മഴയൊക്കെ ഉണ്ടെന്ന്. മഞ്ഞ് മഴയൊക്കെ അവിടെ വീഴും. അവിടെ ആരെങ്കിലും വീണോട്ടെ, അതിന് ഞങ്ങൾ വീഴാതെ ഞങ്ങൾ സൂക്ഷിച്ചാ പോരെ. അയ്യോ അമ്മച്ചി, അതല്ല, അങ്ങോട്ടേക്ക് മഞ്ഞ് വീണാലേ അങ്ങോട്ടേക്ക് പോകാൻ പാടാ. ഇവിടെ പാടമുണ്ടാടി മക്കളെ, ഐസിന്റെ പാടമാണ്. അയ്യോ അമ്മച്ചി, ആ പാടല്ല, അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകാൻ പാടാണെന്ന്. മഴയും മഞ്ഞ് വീഴ്ചയൊക്കെ ഉള്ളോണ്ടേ എവറസ്റ്റ് കയറാൻ പറ്റത്തില്ല. മറിയേ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലടി കാര്യങ്ങള്. എന്ത്? നമ്മളെ നാട്ടിലെ ഭർത്താക്കന്മാരെ കീഴടക്കുന്ന പോലെ അത്രയ്ക്ക് എളുപ്പമല്ല ഈ എവറസ്റ്റ്. ശരിയാടി. ഇതാണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. ഒരു നല്ല കൈഡി വരട്ടെ. ദേവലക്ഷ്മി, ആരാധ്യ, കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ കുറവുണ്ടായിരുന്നോ? ചെറുതായിട്ടല്ലേ? അതാണ് അതൊരു ഫീൽ ചെയ്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അടുപ്പിച്ചെടുത്ത് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. കാര്യം നല്ലൊരു കണ്ടന്റാണ്, കുഴപ്പമില്ല. നാട്ടിലെ തൊഴിലുറപ്പിലുള്ള 2 സ്ത്രീകൾ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സാധനമായിരുന്നു അത്. പക്ഷേ എവിടേക്കോ ചെറിയ മിസ്സിങ് മാത്രം സംഭവിച്ചു. എന്നാലും നിങ്ങൾ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കി, മിടുക്കികളാ. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ. ചേട്ടാ, ഇവർക്ക് ഒട്ടും അധികം റിഹേഴ്സൽ വേണ്ടാത്ത ആളുകളാണ്. അപ്പൊ അത്രയും ടൈം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ്. നിസ്സാര ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കുന്ന കുട്ടികളാണ്. പറഞ്ഞതിന്റെ കാര്യം നിസ്സാര പുള്ളികളല്ല നിങ്ങൾ. കുറച്ച് സമയം മതി നിങ്ങൾക്ക് പഠിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പോലും സമയം കിട്ടിയിട്ടില്ല. പഠിക്കണം, അതിനിടയിൽ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കണം, ഇവിടെ വരണം, എല്ലാം കൂടി ആവുമ്പോൾ ഇത്തിരി പ്രശ്നമാണത്. അപ്പൊ എന്നാലും ഈ പറഞ്ഞു വിട്ട് ഇത്തിരി തമാശയുടെ കുറവുണ്ടായിരുന്നു. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. കാരണം അതുകൊണ്ട് നിങ്ങൾ മോശക്കാരൊന്നും ആവണില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഗംഭീരമാക്കുക. കഴിഞ്ഞ 75-ൽ ഒരു 25-ലും കൂട്ടി 1 ലക്ഷമൊക്കെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിസ്സാരമാണത് അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഗംഭീരമാക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. മക്കളെ, നിങ്ങളുടെ ആ ത്രെഡ് ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഹിമാലയം കീഴടക്കാൻ വന്നു എന്നുള്ളതല്ലല്ലോ. തൊഴിലുറപ്പിന് നിങ്ങൾക്ക് വാഗമൺ നിങ്ങളെ കൊണ്ടുപോകാത്തതിൻ്റെ വാശിക്ക് തീർക്കാൻ വന്ന 2 കഥാപാത്രങ്ങളാണ് നിങ്ങൾ. പിന്നെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സൂപ്പർ ക്ലൈമാക്സ് ആണ്. അത് ഗംഭീരമായിട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഭർത്താക്കന്മാരെ കീഴടക്കാൻ പറ്റുന്ന പോലെ ഈസി അല്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്നാണോ അത് വന്നത്? അത് ഗ്രൂമറാണല്ലേ പറഞ്ഞു തന്നത്? ഗ്രൂമറിനെ ആരോ കീഴടക്കിയിട്ടുണ്ട്. ആരാന്ന് ചോദിക്കുന്നില്ല ഞാൻ. അപ്പൊ അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കിയാൽ മതി കേട്ടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഗായ്സ്. ഞങ്ങളുടെ പെർഫോമൻസിന് മാർക്ക് തരൂ ഗായ്സ്. ഞാൻ കൊടുക്കട്ടെ ഗൈസ്? എത്രയാണ് ഗായ്? 5000 രൂപ. 5000 രൂപ. ഓക്കെ, ഞാനും കുറയ്ക്കുന്നില്ല, ഒരു 5000 രൂപ. 10000 രൂപ. അയ്യോ ചേട്ടാ, ഞാൻ അങ്ങോട്ട് ഇടാം. എവറസ്റ്റിലേക്ക് അടിക്കും. ടോട്ടൽ എമൗണ്ട് 20000 രൂപ. അടുത്തതിൽ പിടിക്കണം. ഓക്കെ, അടുത്തതിൽ സ്ട്രോങ് ആയിട്ട് തിരിച്ചു തരണം. ഓക്കെ 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 ഗായ്സ്, ബൈ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംമാരുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു ഗായ്സ്. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ വരും ഇതിലും കിടിലൻ സ്കിറ്റുമായിട്ട്. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഗുഡ് നൈറ്റ്.